കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല സ്നാക്കായിട്ടൊക്കെ കഴിക്കാം കേട്ടോ. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് മൈദ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ മൈദയുടെ അളവ് കൂട്ടിയെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി വേണ്ടത് ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്താൽ നല്ല ക്രിസ്പി ആയിരിക്കും, അതൊരു പ്രത്യേക ടേസ്റ്റുമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ല ബബിൾസൊക്കെ വന്നിട്ടില്ലേ, നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുക്കണം. ഇനി നമുക്ക് കളറിന് ആവശ്യത്തിന് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഫുഡ് കളർ വേണ്ടവർക്ക് ചേർക്കാം, പക്ഷേ അതത്ര ഹെൽത്തി അല്ലല്ലോ. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്താൽ തന്നെ മതി, അല്പം മതി കേട്ടോ. ഇനി ഒരു കോഴിമുട്ടയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ കപ്പ് മൈദ എടുത്തുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഞാൻ ചേർത്തിട്ടുള്ളത്. കൂടുതൽ മാവ് എടുക്കുകയാണെന്ന് വെച്ചാൽ 2 മുട്ടയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചോ കയ്യിൽ വെച്ചോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മുട്ട ചേർത്താൽ മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കണ്ട കേട്ടോ. ഇങ്ങനെ വിസ്ക് വെച്ചോ കയ്യിൽ വെച്ചോ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടയൊന്നുമില്ലാതെ മാവിലേക്ക് അതെല്ലാം നന്നായി പതഞ്ഞ് വരട്ടെ. മുട്ട കഴിക്കാത്തവർക്ക് ഈസ്റ്റോ അല്ലെങ്കിൽ അപ്പക്കാരോ ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ. ഇനി നമുക്കിത് ഉടനെ തന്നെ ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയുണ്ട് കേട്ടോ. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് ദോശ ചുടുന്ന പോലെ തന്നെ നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒന്ന് മറച്ചിട്ടിട്ടൊന്ന് അല്പം എണ്ണ ഒന്ന് തടവി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ ബബിൾ പോലെ വരും. ഇതങ്ങനെ പൊങ്ങിയൊന്നും വരില്ല കേട്ടോ, കൂടുതൽ ചെറുതായിട്ട് തന്നെ വരും. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ്. അല്പം എണ്ണ, അതൊക്കെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. എണ്ണ കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം, കൂടുതൽ വേണമെന്നില്ല കേട്ടോ. അല്പം തടവി കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 ഭാഗവും ഇതേപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നോക്കൂ, കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാ കറികളുടെ കൂടെയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായം പറയൂ, ലൈക്ക് ചെയ്യാൻ മറക്കട്ടെ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.